കുറച്ച് കക്ക മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കക്ക പൊട്ടിക്കാനാണ് പോണത്. നിങ്ങൾ കക്ക പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ കക്ക പൊട്ടിച്ച് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും വീഡിയോ കാണണം കേട്ടോ. കാര്യം കക്ക പൊട്ടിച്ച് കഴിക്കണത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ക എടുത്ത് വെക്കണം, അത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കക്ക പൊട്ടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിലത്തെ വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ സാജ? വേറെ എവിടെയെങ്കിലൊക്കെ പൊട്ടിക്കുമോ? നിൻ്റെ വീട്ടിൽ പൊട്ടിക്കുക, അത് പൊട്ടിച്ചട്ടിയായിരിക്കും പൊട്ടിക്കണത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കക്ക ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ക പൊട്ടിച്ചെടുക്കണം. കക്ക നമ്മുടെ കടുക് പൊട്ടുന്ന പോലെ പൊട്ടും. അപ്പോൾ അങ്ങനെ പൊട്ടിക്കഴിയുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയി ചട്ടിയിലിട്ട് കക്ക പൊട്ടിയൊന്നുമില്ല. അപ്പോൾ നിങ്ങളിന്ന് ഞാൻ പഠിപ്പിച്ച് തരാൻ പോകുന്നത് കക്ക പൊട്ടിക്കണതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഈ കക്ക നല്ല വണ്ണം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നെക്കി പൊട്ടിച്ച് ഇതിനകത്തുള്ള സാധനമെല്ലാം കളയണ പരിപാടിയല്ല. അതല്ല പരിപാടി. കക്ക പൊട്ടിച്ചിട്ടും നെക്കി അതിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ സാധനമെല്ലാം കളയണ പരിപാടിയല്ല ക്ലീനിങ്. നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം. പിന്നെ ഇത് ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം കഴുകി വെച്ചതാണ്. ഇതിങ്ങനെ പച്ചക്കൊക്കെ തിന്നാനായിട്ട് നല്ല രസമുള്ള സാധനങ്ങൾ നമ്മളൊക്കെ കഴിക്കുന്നതാണ്. അപ്പം ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പച്ചക്ക് കഴിക്കണമെന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ പച്ചക്ക് കഴിക്കണം കേട്ടോ. അപ്പോൾ ഈ കക്ക ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില സ്ഥലത്ത് ഇങ്ങനെ നെക്കി കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് പൊട്ടിക്കാൻ പറ്റില്ല. കക്ക എന്ന് പറയുന്ന സാധനത്തിനകത്ത് വേസ്റ്റ് ആണെന്ന് വെച്ചാൽ വേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് വളരെ കുറച്ച് മാത്രം വെള്ളത്തിൽ നിന്ന് വന്ന സംഭവങ്ങൾ, വെള്ളത്തിൻ്റെ വാട്ടർ ക്വാളിറ്റിയാണ് പ്രധാനം. വാട്ടർ ക്വാളിറ്റി നല്ലതാണെങ്കിൽ ഇത് നമ്മളിങ്ങനെ കഴിക്കണതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. കാര്യം കക്ക പ്രകൃതിപ്പെട്ട ഒരുവിധപ്പെട്ട ജീവികളെയൊക്കെ എല്ലാം ഇങ്ങനെ തന്നെയാണ് കഴിക്കണത്. ഈ കക്ക നിങ്ങൾക്ക് ജീവനോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇതിങ്ങനെ കളയാണ്ട് കഴിക്കണതിനകത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കക്കയിലെ വേസ്റ്റ് ഒഴിവാക്കാനായിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കക്ക ജീവനോടെയാണ് കിട്ടണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, കക്ക ജീവനോടെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല വെള്ളത്തിൽ അവനെ ഇടിയണമെങ്കിൽ, ഒരു ദിവസം ഇടിയണമെന്നുണ്ടെങ്കിൽ മീൻസ് നല്ല വെള്ളത്തിൽ ഇടിയണമെങ്കിൽ, കാര്യം കക്കകൾ അത് വെള്ളത്തിൽ നിന്നുള്ള സംഭവങ്ങളാണ് അത് വലിച്ചെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആ പുതിയ വെള്ളം വലിച്ചെടുത്തിട്ട് അതിനകത്തുള്ള വേസ്റ്റുകൾ ഇങ്ങനെ പുറത്തേക്ക് കളയും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് നല്ല ഉപ്പ് വെള്ളത്തിലുള്ള കക്കയാണ് കേട്ടോ. നല്ല ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഇച്ചിരി നല്ല ടേസ്റ്റ് പിടിച്ചിട്ടുള്ള കക്കയാണ്. ഇതേ സെയിം കക്ക തന്നെയാണ് ഫ്രഷ് വാട്ടറിൽ ഉള്ളത്. പക്ഷേ ഇത് താരതമ്യേന ഒരല്പം വില കൂടുതലായിരിക്കും. ഇതിപ്പോൾ കിലോയ്ക്ക് ടേസ്റ്റ് കൂടും. പക്ഷേ നമ്മുടെ സാധാരണ ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് 2 സ്ഥലത്ത് കക്കയുണ്ട്. ഒന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേലാണെങ്കിൽ ഫ്രഷ് വാട്ടറാണ്, തണ്ണീർമുക്കം പണ്ട് ആ ഭാഗത്തുനിന്ന് തന്നെ ഫ്രഷ് വാട്ടറാണ്. എന്നാൽ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ സാൾട്ട് വാട്ടറാണ്. അപ്പോൾ 2 കക്കയും കിട്ടുമെങ്കിലും ഇത് ഒരു 100 രൂപക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. 100 രൂപക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ കണ്ടോ, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ മറ്റേതാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തണ്ണീർമുക്കത്താണ് എന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 150 രൂപ ഒരു കിലോ, 160 രൂപ പെർ kg കിട്ടും. പക്ഷേ ഇത് കിട്ടിയല്ല. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സാൾട്ട് വാട്ടറിൽ കക്കയുടെ അളവ് ഇത്തിരി കുറവുണ്ടാവും. അപ്പോൾ ഞാൻ ഇനി വർത്തമാനം പറഞ്ഞ് നിൽക്കില്ല. കക്കതെ ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളടാ, ഇത് പോരെ. ഇത് ആദ്യം നമ്മൾ ഈ കക്ക വേവിക്കണേ കേട്ടോ. വേവിക്കുമ്പോൾ തന്നെ ഈ സവാളയൊക്കെ എടുത്തിട്ടേക്കണം അതിനകത്തേക്ക്. സവാള ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഒന്നും അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കക്ക പൊട്ടിയല്ല. കറിവേപ്പില കേട്ടോ. ഇനിയുണ്ടല്ലോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയൊക്കെ മുറിയാൻ ഭയങ്കര പാടാണല്ലോ. കത്തിക്ക് മുറിച്ച് പോയിട്ടാണ്. നീയൊക്കെ ഇത് വെച്ച് കരിക്ക് വെട്ടിയല്ലേ ഇപ്പം? ഞാൻ സാധനം വെട്ടിയായിരുന്നു, കരിക്കും വെട്ടിയായിരുന്നു, ഓലയും വെട്ടിയായിരുന്നു. ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടാ, ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേവിക്കാൻ വെക്കാം. പൊട്ടും എന്തായാലും കക്ക പൊട്ട് വന്ന് പൊട്ടിക്കും നമ്മൾ, സംശയമുണ്ട്. ഒന്ന് മുങ്ങി കിടക്കണ വെള്ളം കേട്ടോ. ഇനി അടപ്പിലായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ നമ്മുടെ എഞ്ചിനീയർ കുമ്പാരി എത്തിയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് തീ കത്തിച്ച് നശിപ്പിക്കുമെന്ന്. ശരിക്കും നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്തുണ്ടല്ലോ, നമ്മൾ ഒരു കാരണവശാലും കുമ്പാരിനെ ഇടപെടുത്താണ്ടിരിക്കണേ നല്ലത്. കാര്യം കുമ്പാരി ഇടപെടുത്തിയാൽ ധൃതി വെച്ച് മിക്കവാറും ഇത് മൊത്തം കത്തിക്കും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. കുമ്പാരിനെ 2 ദിവസം ആരും കണ്ടില്ലെന്ന് പറഞ്ഞ് ഭയങ്കര കമൻ്റായിരുന്നു കുമ്പാരി. കുമ്പാരി ഇല്ലാണ്ട് നമ്മുടെ ഇതിൻ്റെ വർക്ക്, എന്തിൻ്റെ വർക്കാടാ? ഓടാ
അത് നമ്മുടെ NH-66 വർക്ക് നടക്കില്ല കുമ്പരിയിലാണ്ട്. മതി അവിടെ നിന്ന് വേണ്ട കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ അതുവരെ ഞങ്ങൾ കുറച്ച് കലാപരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ. ഒരുത്തനില്ല അവിടെ കയറിയിട്ട് മരം വെട്ടാൻ തുടങ്ങി. വീശാണോ പരിപാടി ആക്കണേണോ? ഇനിയാണല്ലോ ഇനി നമ്മൾ നേരെ ഈ കക്ക ഇങ്ങനെ വെന്ത കക്ക വെള്ളമില്ലാണ്ട് ഇങ്ങനെ എടുത്ത് വെക്കണം. അവിടെയൊന്നും മേടിക്കണ്ട, വെള്ളമില്ലാണ്ട് ഇങ്ങനെ എടുക്കണം. ആര് പറഞ്ഞു? വെറുതെ അല്ല ഇതിനോട് വൈകുന്നേരം പണിക്കല്ലെന്ന് പറഞ്ഞു. നീ എൻ്റെ വാങ്ങുമെന്ന് ഞാൻ പിടിക്കാൻ ബാലൻസ് ഇല്ലാണ്ട് പിടിക്കില്ലേ? കണ്ട ഇങ്ങനെ കക്ക ഇങ്ങനെ കോരി കോരി വെള്ളമില്ലാണ്ട് ഇങ്ങനെ എടുക്കണം. അവിടെ അരിച്ചു വെക്കണം. ഈ കക്ക പൊട്ടിക്കുമ്പോൾ ഈ എണ്ണയിൽ നമ്മളൊരു പിശുക്കും കാണിക്കാൻ പാടില്ലേ. എണ്ണയിലാണ് ഇതിൻ്റെ പരിപാടി ഇരിക്കണത്. അല്ലല്ല, ഇത് നമ്മുടെ ഇവിടെ ഇരിക്കണതല്ലേ, നമ്മുടെ കിച്ചണിലുള്ള. കണ്ട ഇല്ല ഇങ്ങനെ ഒരു ചായ അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇങ്ങനെ ചായ അല്ല, മറ്റേ കുലുക്കി സർവത്താണ്. അയ്യോ, പാല് ചീറ്റിക്കണ പരിപാടി. നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സമയത്ത് സവാള പൊടികൾ അങ്ങനെ ഇട്ട് വാട്ടണ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കക്ക പൊട്ടിയല്ല. അപ്പം എണ്ണയിലേക്ക് നമ്മൾ നേരെ ഈ കക്കയാണ് ഇടുന്നത് കേട്ടോ. എണ്ണ ഇത്ര ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇവൻ കടുക് പൊട്ടണ പോലെ കിടന്ന അങ്ങോട്ട് ഒരു പൊട്ടലുണ്ട്. അത് മോനെ സീനായിരിക്കും. കടുകല്ല, ബോംബ് പൊട്ടണ പോലെ പൊട്ടും. അങ്ങനെ സവാള മൊരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് കക്ക ഇടുന്ന രീതിയിലാണ് സാധാരണ എല്ലാവരും കറി വെക്കണത് ഞാൻ കണ്ടേക്കണത്. കക്ക ഫ്രൈ എന്നും പറഞ്ഞിട്ട്. പക്ഷേ അത് കക്ക പൊട്ടാത്ത ഒരു ഫ്രൈ ആണ്. ഇതൊന്നും നല്ല ക്രിസ്പി ആയിട്ട് വരും. അത് പൊട്ടിയല്ല, അത് വെള്ളത്തിൻ്റെ കണ്ടന്റ് ചിലപ്പോൾ അങ്ങനെ നിൽക്കുമായിരിക്കും. സവാളയുടെയൊക്കെ ആ ഒരു സംഭവം. പൊടി പോലും ഇടാൻ പാടില്ല. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പൊട്ടുന്ന സമയത്ത് മാത്രമേ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പറഞ്ഞു വരുമ്പോൾ ഞാൻ വലിയ ഷെഫാണെന്ന്. ഇത് പൊട്ടിയില്ലെങ്കിൽ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടായാലും. കണ്ട വെള്ളം അങ്ങോട്ട് വറ്റി കഴിയുമ്പോൾ കക്ക പതുക്കെ പൊട്ടി തുടങ്ങും കേട്ടോ. അതേ സൗണ്ട് കേട്ടോ. എണ്ണയിൽ കിടന്ന ഇങ്ങനെ ഓരോ കക്ക ഇങ്ങനെ ടപ്പ് 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 തമ്മിൽ പൊട്ടും. പൊട്ടടാ ഒന്ന്. എന്താ പൊട്ടണ കേട്ടാ. പൊട്ടി തെറിക്കും കക്ക കിടന്ന്. ബോംബ് പൊട്ടണ പോലെ പൊട്ടും. എന്താ പൊട്ടി തെറിക്കണ. പൊട്ടിയ വഴി പൊട്ടി പോണേന്ന് തോന്നുക. അരിന്ന് പൊട്ടി രക്ഷപ്പെടണ. ഇങ്ങനെ പൊട്ടണം കക്ക കിടന്നുണ്ട്. ഇത് കണ്ടോ. എന്താ എന്താ പൊട്ടിയേക്കണം ഉണ്ടാക്കാം. പൊട്ടിക്ക് പൊട്ടി തീർന്നോ പരി? പൊട്ടി തീർന്നു. ഏകദേശം കക്കയുടെ പൊട്ടി തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു കളർ കണ്ട ആ ഒരു ബ്രൗൺ കളർ. ഇടയ്ക്ക് കുറെ തന്നെ എന്നിട്ട് പൊട്ടണ്ട കേട്ടോ. അങ്ങനെ പൊട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൊടിയൊക്കെ ഇടാനായിട്ട്. കുറച്ച് മഞ്ഞൾ പൊടി, എന്നിട്ടും പൊട്ടണ്ടല്ലോ. മഞ്ഞൾ പൊടി കുറച്ച്, മുളക് പൊടി തുറക്കാൻ എനിക്ക് പേടിയാണ് ഇവിടെ നിന്ന്. കാറ്റെന്ന് പറഞ്ഞാൽ സീനാണ്. മുളക് പൊടി കേട്ടോ ഇട്ടോടെ. മുളക് പൊടിയൊക്കെ വളരെ ഇത് ഒന്നാമതേ നമ്മുടെ കാശ്മീരിയാണ്. ആ അത് മതി. കുരുമുളകാണ് ഇതിനകത്ത് സാധനം വേണ്ടത്. കുരുമുളകാണ് കക്ക പൊട്ടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട സാധനം കേട്ടോ. കുമ്പാരി ആ മതി, ഇളക്കിക്കോ. ഇത് ഗരം മസാല. വളരെ സിമ്പിളല്ലേ കക്ക പൊടിച്ച് ഉണ്ടാക്കാനായിട്ട്.
ഇനി ഇവിടെ കിടന്നുണ്ടല്ലോ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു സ്മെല്ലിങ് ആട് വരും. സ്മെല്ലല്ല, എൻ്റെ കൈ പൊള്ളിയ സ്മെല്ലാണ് ഇവിടെ പിടിച്ചിട്ട് ഒരു സ്മെല്ലിങ് ആട് വരും. നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കണേ. ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ പരിപാടി, ഒരല്പം ഗരം മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് തൂളും. തൂളിക്കും. അതുപോലെ തീ നമ്മൾ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഒരു ലാസ്റ്റത്തെ ഒരു ചെറിയൊരു കുരുമുളക് പൊടി, പിന്നെ വേപ്പില ഇത് കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മോനെ പിന്നെ സീനാണ്. പിന്നെ ഓഫ് ചെയ്തോ, തീ ഓഫ് ചെയ്തോ. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു കുമ്പരി. കുമ്പരിൻ്റെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞാൽ മതി, അപ്പം തന്നെ കുമ്പരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. കപ്പയും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇടണം അതിനകത്തോട്ട് വാരി. കക്കയിലുണ്ടല്ലോ ഈ അവസാനം വിട്ട ആ പൊടിയില്ലേ, കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. നല്ല കക്ക പൊട്ടിച്ചത്, കക്ക ബോംബ് പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ച സാധനമാണത്. നല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടാ. അത് എടുക്കുമ്പോൾ തന്നെ അറിയാം ആ കക്കയുടെ പുറത്ത് അതിൻ്റെ പൊടിയൊക്കെ പിടിച്ചിരിക്കണല്ലേ മുമ്പര്. ഇങ്ങനെ ഇതാണ് ശരിക്കും കക്ക ഫ്രൈ എന്ന് പറഞ്ഞ സംഭവമല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ കക്ക കറിയാണ്, ഈ സവാളയൊക്കെ ഇട്ട് എടുക്കുകയല്ലേ. അപ്പോൾ കക്ക പൊട്ടിയേയില്ല. ഇങ്ങനെ എടുത്ത് നമ്മളിവിടുത്തെ ഒരു ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. നല്ല കിഡിലൻ ഫ്രൈ ആണ്. നിങ്ങളൊന്ന് സംഭവം പരീക്ഷിച്ച് പോകണം കേട്ടോ. അപ്പം കുറച്ച് മീൻചാറിൻ്റെ കുറവുണ്ട്. ചാറിനൊക്കെ അടിപൊളിയായിരുന്നു. മീൻചാറ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ മീൻചാറെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയൊക്കെ പൊട്ടിച്ച് ചാറ് ഉണ്ടാക്കേണ്ടായിരുന്നു. പക്ഷേ പോട്ടെ, അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ നോക്ക്. നല്ല ഡ്രൈ ആയല്ലേ, ഡ്രൈ ഫ്രൈ ആയി. പിന്നെ ഈ കക്കൊക്കെ ഞാൻ പറഞ്ഞല്ല, ഇതൊരു ചിലപ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആയിരിക്കും. എൻ്റെ സൈഡിൽ നിന്നല്ല, നമ്മുടെ ഈ നാട്ടുകാരുടെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആയിരിക്കും. ഈ ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന കക്കക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണെന്ന് അല്ലേ ആദ്യം പറഞ്ഞ കാര്യം. പക്ഷേ ചിലപ്പോൾ മറ്റേ അതെ, ഇപ്പം നമുക്ക് മീൻ കട ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ആസാമിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അവർ ചെമ്മീനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ചെമ്മീൻ വേണമെന്ന് ചോദിക്കുമ്പോൾ അവർ അയ്യേ എന്നും പറഞ്ഞാൽ അറപ്പോടെയാണ് ഒഴിവായി പോണത്. പിന്നെ അവർക്ക് ഈ ഹിന്ദിക്കാർക്കൊക്കെ ആണെങ്കിൽ പിലോപ്പിയും പിന്നെ നമ്മുടെ രോഹു കട്ടള മീനുകളൊക്കെ മാത്രമേ അവർ തിരക്കി വരുള്ളൂ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ആ മീനുകൾ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരെണ്ണം പോലും നമ്മുടെ നാട്ടുകാർ മേടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും ആ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇവിടുത്തെ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ പറയണത്, ഈ സാൾട്ട് വാട്ടറിനെ പറ്റി പറയണത്. അപ്പോൾ അതുകൊണ്ടിട്ട് ചിലപ്പോൾ ഫ്രഷ് വാട്ടർ ആയിരിക്കും ചിലരെ സംബന്ധിച്ചിട്ട് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് സംഗതി സീനാണ് മോനെ. കപ്പ നല്ല കിടിലൻ കപ്പയാണ് കേട്ടോ അല്ലേ കുമ്പരി? കപ്പ നന്നായിട്ടുണ്ടല്ലേ? കപ്പയൊക്കെ കക്ക സൂപ്പറാണല്ലോ, ഞാനല്ലേ വെച്ചത്. പിന്നെ മോശം വരും. കപ്പയും നന്നായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല കപ്പ കിട്ടി. സീസൺ ആണോ? ആണോ?